10 on 10. 10 on 10. 10 on 10. You know, it's really beautiful. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നതിൽ നിന്നും ഓഫറിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഈ അൺബോക്സിംഗ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് പ്രസ്റ്റീജിൻ്റെ ഡ്യൂറാസ്റ്റോൺ 6 ലെയർ നോൺ സ്റ്റിക്ക് കടായി വിത്ത് ഗ്ലാസ് ലിഡ് ആണ്. ഏകദേശം 40% ഡിസ്കൗണ്ടിലാണ് നമുക്കിത് കിട്ടിയത്. അടുത്തത് ട്രിപ്പിൾ പ്രീമിയം സിലിക്കോൺ സ്പാറ്റുല 3 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. 1149 രൂപയുടേത് 499 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ഈ സിലിക്കോൺ സെറ്റിനും ഏകദേശം 65% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അടുത്തത് ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ബാംബു ലിഡോട് കൂടിയ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആയിരുന്നു. 750 ml ഈ ഗ്ലാസ് സ്ക്വയർ ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സിന് 1995 രൂപയുടേതാണ് നമുക്ക് 749 രൂപയ്ക്ക് കിട്ടിയത്. അടുത്തതും ഒരു ഗ്ലാസ് റൗണ്ട് ജാർ സെറ്റാണ് ബാംബു ലിഡിൻ്റെ. അതും ഏകദേശം 1995 രൂപയുടേത് 799 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അടുത്തത് ന്യൂട്രി പ്രോ ജ്യൂസർ ആൻഡ് മിക്സർ ആയിരുന്നു. ഏകദേശം MRP 6000 റുപ്പീസ് വരുന്നതാണ് നമുക്ക് 1589 രൂപയ്ക്ക് കിട്ടിയത്. 500 വാട്ടിൻ്റെ ഒരു മോട്ടറും 2 ജാറും ഒരു സിപ്പറുമാണ് ഇതിൽ വരുന്നത്. പിങ്ക് മെറ്റാലിക് ഷെയ്ഡിലുള്ള മോട്ടറായിരുന്നു അത്. അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് സ്റ്റൗ ടോപ്പ് കെറ്റിലായിരുന്നു. 999 രൂപയുടേത് 499 രൂപയ്ക്കാണ് നമുക്ക് ഓഫറിൽ കിട്ടിയത്. ഗ്യാസ് സ്റ്റൗവിലും ഓവനിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ കോഫി ടീ മേക്കറാണ്. പക്ഷേ ഈ ഗ്ലാസ് ജാറിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രെയിനർ ഉണ്ടായിരുന്നു. ലിഡോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ലിഡ് മിസ്സിങ് ആയിരുന്നു. അതുമാത്രമല്ല ഗ്ലാസ് ജാറിൻ്റെ ഹാൻഡിലും ഒരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് റീപ്ലേസ് ചെയ്തു. അടുത്തത് ബട്ടർഫ്ലൈ ഇലക്ട്രിക്കൽ കെറ്റിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഓർഡർ ചെയ്തത്. ഏകദേശം 1299 MRP ഉള്ളത് നമുക്ക് 549 റുപ്പീസിനാണ് കിട്ടിയത്. ഇതും നല്ലൊരു ബെസ്റ്റ് ബൈ ആയിട്ടാണ് തോന്നിയത്. ക്വാളിറ്റിയും റിവ്യൂ ഒക്കെ നോക്കി മേടിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ വന്ന 2 കണ്ടെയ്നേഴ്സ്. ഗ്ലാസ് ജാറ് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ക്ലിപ്പ് ടോപ്പ് ടൈപ്പിൻ്റെ ആയിരുന്നു. 1599 രൂപയുടേത് 759 രൂപയ്ക്കായിരുന്നു നമുക്കതിൽ ഓഫറിൽ കിട്ടിയിരുന്നത്. പക്ഷേ ആ ഗ്ലാസ് പാക്കിംഗ് ഒട്ടും ശരിയല്ലാതെയാണ് അവർ അയച്ചു തന്നിരുന്നത്. സാധാരണ നമ്മൾ ആദ്യം മേടിച്ച ആ ഗ്ലാസ് ജാറുകൾ വന്ന രീതിയിലേ ആയിരുന്നില്ല. വെറുതെ ഒരു കവർ വെച്ച് പൊതിഞ്ഞായിരുന്നു. അത് നമ്മൾ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഗ്ലാസ് പീസസ് ഒക്കെ മേത്ത് വീണ് ഭാഗ്യത്തിനാണ് കൈയൊന്നും മുറിയാതെ നമുക്ക് അത് എടുക്കാൻ പറ്റിയത്. അതിൻ്റെ കൂടെ പെയറായിട്ട് വന്നിരുന്ന ജാറിലാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ തവിട് പൊടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്ലാസ് പാക്കിങ് ഒട്ടും തന്നെ ശരിയല്ലാതെയാണ് അവർ അയച്ചത്. അതിൻ്റെ പേരിലാണ് ആ 2 പ്രോഡക്റ്റും ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട വന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്കതിൽ പ്രോബ്ലം ഒന്നും ഇല്ലാതെ അവരത് റീപ്ലേസ് ചെയ്ത് തന്നു. ഗ്ലാസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോട് കൂടിയിട്ടായിരുന്നു അവർ പാക്ക് ചെയ്തിരുന്നത് എങ്കിൽ കമ്പനിക്കും അത് നഷ്ടം വരാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അടുത്തത് ഒരു പെയർ ഗ്ലാസ് സ്റ്റിറിങ് സ്പൂൺസ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ഏകദേശം 1995 ആയിരുന്നു അതിൻ്റെ MRP. 474 രൂപയ്ക്കാണ് ഓഫർ കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടിയത്. അത് 2 ചെറിയ സ്പൂൺ എന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തത്. 2 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ആയിരുന്നു. പക്ഷേ നമുക്ക് വന്നത് അത് കുറച്ച് വലിയ സൈസായിരുന്നു. അത് മാത്രമല്ല സെയിം കളറിൻ്റെ തന്നെയായിരുന്നു. ഒരു ഗ്ലാസിൻ്റെ ഗ്രീൻ കളർ ഹാൻഡിലോട് കൂടിയ നല്ലൊരു 2 സ്പൂൺസ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് വലുതാണെങ്കിൽ നമ്മളത് കൊടുത്തില്ല, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. 10 on 10. 10 on 10. 10 on 10. You know, it's really beautiful. Good, Mama. Good job. 10 on 10. I don't know what's the purpose of this, but it's very good. Very good. അടുത്തത് നമ്മളൊരു 2 വുഡൻ പോട്ട് പോലെ വരുന്നതിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അതൊരു സെറ്റായിരുന്നു. 1000 റുപ്പീസിൻ്റെത് 389 റുപ്പീസിനായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ വുഡൻ പീസ് പോട്ട് പൊട്ടിയാണ് ഇരുന്നത്. അതിൽ നിന്ന് പീസ് ഇങ്ങനെ അടന്ന് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് റീപ്ലേസ് ചെയ്തു. അത് കൊടുത്തിട്ട് അതേപോലെ തന്നെ വേറൊരു ഡിസൈനിലുള്ള 2 പോട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ വാങ്ങിയ ഐറ്റത്തിനെല്ലാം തന്നെ ഒരു 10 to 15 ഡേയ്സ് റീപ്ലേസിങ് അല്ലെങ്കിൽ റിട്ടേണിങ് അവർ ഓപ്ഷൻ തരുന്നത് കൊണ്ട് തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യുകയോ റിട്ടേൺ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമായിരുന്നു.
അടുത്തത് ഒരു സ്റ്റീൽ കട്ടിംഗ് ബോർഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. 1299 ആണ് അതിൻ്റെ MRP കാണിച്ചത്. അത് ഓഫർ കഴിഞ്ഞിട്ട് 597 റുപ്പീസിനായിരുന്നു വാങ്ങിച്ചത്. പക്ഷേ അത് ഒരു വർത്ത് ബൈയിങ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. എന്നാലും പ്ലാസ്റ്റിക്കും വുഡനും ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഈ ഒരു സ്റ്റീൽ ബോർഡ് നമ്മൾ റിട്ടേൺ ചെയ്തില്ല, അതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. യോഗ ബാറിൻ്റെ റോൾ ഡോട്ട്സ് നല്ല ഓഫറിൽ കിട്ടിയപ്പം അതും നമ്മളൊരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 299 MRP വരുന്ന ഒരു പൊട്ടറ്റോ സ്മാഷർ മേടിച്ചിരുന്നു. അതൊരു 110 റുപ്പീസിനാണ് നമുക്ക് കിട്ടിയത്. അത് വലിയ ഗുണമായിട്ട് നമുക്ക് തോന്നിയില്ല.